രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് യുവജനത. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ യുവജനതയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ഭാവി ഭാരതത്തെ രൂപപ്പെടുത്തുന്നതിൽ കൂടുതൽ യുവജന പങ്കാളിത്തം വേണമെന്ന പ്രധാനമന്ത്രിയുടെ ദർശനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല മത്സരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നു. വിജയികൾ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയതല മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. 2047ഓടെ വികസിത രാജ്യമാക്കുക എന്ന പ്രയാണത്തിലാണ് രാജ്യം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സുസ്ഥിര പുരോഗതി, ഫലപ്രദമായ ഭരണം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. രാജ്യവികസനത്തിൽ യുവജനതയുടെ സജീവ പങ്കാളിത്തമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന ചാലക ശക്തികൾ. അതുകൊണ്ടാണ് യുവശക്തി മാറ്റത്തിന്റെ ഏജന്റും ഗുണഭോക്താക്കളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചത്. ഇത് മുൻനിർത്തി യുവതലമുറയുടെ സർഗാത്മകത, ഊർജം, ആശയങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കാനുള്ള വേദി ഒരുക്കുകയാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംരംഭം. യുവജനതയുടെ സൃഷ്ടിപരമായ ഊർജവും കഴിവുകളും പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം നടത്തിവരുന്ന നിരവധി സംരംഭങ്ങളിൽ ഒന്നാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. നെഹ്റു യുവകേന്ദ്ര സംഘാതൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാര്യവട്ടം സായി ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊളോണിയൽ ചിന്തകളിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യ ഗൌരവകരമായ ശ്രമമാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന്റെ ആത്മാവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷുകാർ വരുമ്പോൾ 89% സാക്ഷരതാ നിരക്ക് ബ്രിട്ടീഷുകാർ പോയപ്പോൾ 24% എന്ന നിലയിലെത്തിയെന്നും ഗവർണർ പറഞ്ഞു. സാമ്പത്തിക പുരോഗതി മാത്രമല്ല, രാജ്യത്തിന്റെ സമഗ്ര വികസനമാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതലമുറയുടെ സമ്പൂർണ്ണ വികസനം എന്നതാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. 1 ലക്ഷം യുവജനതയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടും അദ്ദേഹം വിശദീകരിച്ചു. നല്ല ഉദ്ദേശങ്ങൾ നല്ല നേതൃത്വം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പമാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസന യാത്രയുടെ കാതൽ. അത് തന്നെയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നമ്മുടെ രാജ്യം ലോകത്ത് ഒന്നാമതാകണം എന്നതാണ് വികസിത ഭാരതത്തിനായുള്ള കാഴ്ചപ്പാട്. യുവതയാണ് രാജ്യത്തിന്റെ നിർമ്മാതാക്കളും നേതാക്കളും ജേതാക്കളെന്നും ഗവർണർ പറഞ്ഞു. And that is how we have to develop. I again tell you, it is not developed. Vikasit Bharat is not an economic concept at all. It is the development of our country, our people, our society in all the ways. What she was telling us is a samagra kranti, samagra vikas, all round development. It has to be in education, it has to be in industry, it has to be in society's ethos, it has to be in culture, it has to be in sports, IT, anything, economy. We will be leader, we will be number 1 in the world. സംസ്ഥാനതല മത്സരത്തിൽ കൊല്ലം സ്വദേശി സൂര്യഗായത്രി 1ാം സ്ഥാനവും പത്തനംതിട്ട സ്വദേശികളായ അർജുൻ എസ് നായർ 2ാം സ്ഥാനവും പത്മ എസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയതല മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇവർ പങ്കെടുക്കും. പരിപാടിയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമേൽ, LNCP പ്രിൻസിപ്പൽ ആൻഡ് റീജിയണൽ ഹെഡ് ഡോക്ടർ ജി കിഷോർ, നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ M അനിൽകുമാർ, നാഷണൽ സർവീസ് സ്കീം റീജിയണൽ ഡയറക്ടർ YM ഉപ്പിൻ, ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ P എന്നിവർ പ്രസംഗിച്ചു. 4 ജില്ലകളിലായി നടന്ന ജില്ലാതല മത്സരത്തിൽ വിജയിച്ച 38 വിജയികളാണ് സംസ്ഥാനതല മത്സരത്തിൽ മാറ്റുരച്ചത്. പരിപാടിയിൽ വിജയികളായവരെ രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുമോദിച്ചു. ദേശീയതല മത്സരത്തിനായി വിജയികൾ ഈ മാസം 31-ന് ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. വികസിത ഭാരതം എന്ന ആശയം പോലും പ്രചോദനമാണെന്നും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മത്സര വിജയികൾ അഭിപ്രായപ്പെട്ടു. ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, വികസിത് ഭാരത്. കാര്യം ഒരു യൂത്ത് എന്നുള്ള നിലയിൽ എൻ്റെ കുറച്ച് ഐഡിയാസ് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റി. ഇനി കൂടുതൽ പാർലമെൻറ്റിൽ പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, ഡൽഹിയിൽ പോയിട്ട് പോലും ഇല്ല. അപ്പോൾ അത് ആദ്യമായിട്ട് കിട്ടുന്നൊരു അവസരമാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളും
ഒരുപാട് എക്സ്പീരിയൻസ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഇനി കാണുന്ന എല്ലാവരും ഉപയോഗപ്പെടുത്തുക. കാര്യം നിങ്ങളെ മനസ്സിലാക്കാനും ഒരുപാട് വായിക്കുവാനും അറിയുവാനും കഴിയുന്ന ഒരു അവസരം തന്നെയാണ്. അത് തീർച്ചയായും ഉൾപ്പെടുത്തുക. ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സിനും ജഡ്ജസിനും നല്ല ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും നന്ദി. വികസിത ഭാരതം എന്ന ആശയത്തെ മുൻനിർത്തി യുവാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രസംഗ മത്സരം യുവാക്കൾക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ്. സംസാരിക്കുവാൻ, ഭാരതത്തെപ്പറ്റി സംസാരിക്കാൻ എന്നും ഒരു പ്രചോദനമാണ്. ഇനിയും അനേകം യുവാക്കൾ ഇതിനുവേണ്ടി അണിനിരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ യങ് പീപ്പിളിനായിട്ട് അല്ലെങ്കിൽ യൂത്തിനായിട്ടുള്ളൊരു നല്ലൊരു ഡെലിബ്രേഷൻ പ്ലാറ്റ്ഫോമാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെൻറ്റിൽ. കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കോമ്പറ്റീഷന് വന്നത്. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നല്ലൊരു ഡിസ്കഷൻ, അത് 1 നേഷൻ 1 ഇലക്ഷനാണ് ടോപ്പിക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ഡിസ്കഷൻ അവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഐഡിയ എക്സ്ചേഞ്ച് ഒക്കെ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതേപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളവരെയും കാണാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. യുവജനതയെ ശാക്തീകരിക്കുന്നതിനും രാജ്യവികസനത്തിൽ സജീവ പങ്കുവഹിക്കാൻ അവരെ സജ്ജരാക്കുന്നതിനും വേണ്ടിയുള്ള മികച്ച ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. വികസന രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടൽ വളർത്തുന്നതിലൂടെയും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും നൂതന ആശയങ്ങൾക്ക് വേദി ഒരുക്കിയും വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ യുവജനതയെ പ്രാപ്തരാക്കുകയാണ് ഈ സംരംഭം. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന സംഭാവന നൽകുമെന്നത് തീർച്ചയാണ്.